യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കൃത്യമായി തൻ്റെ നിലപാട് വി ഡി സതീശൻ എന്ന ധനമുഖ്യമന്ത്രി, രണ്ടു മന്ത്രിയാണ്, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പലതും സാങ്കേതികത്വത്തിലാണ്, പ്രതിപക്ഷത്തിന്റെ നിലപാടും സാങ്കേതികത്വമാണ്. പ്രധാനമായ ചോദ്യം, ഇങ്ങനെ ഒരു നികുതി ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇത് വിൽക്കാൻ ഉദ്ദേശമുണ്ടോ എന്നതാണ്. അപ്പൊ സതീശൻ പറഞ്ഞ മറുപടി 2022-23 തന്നെ 0.5 മുതൽ 20% വരെ വീര്യമുള്ള മദ്യം വിൽക്കാൻ നയപരമായി ഇവിടെ തീരുമാനിച്ചിരുന്നു. ആര്? LDF തീരുമാനിച്ചിരുന്നു. അങ്ങനെ തീരുമാനിച്ചൊരു മദ്യത്തിന് വിൽക്കുകയാണെങ്കിൽ അതിന് നികുതി അന്ന് തീരുമാനിച്ചില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് വിറ്റുമില്ല. ശരി, പക്ഷെ നികുതി തീരുമാനിച്ചാൽ അത് വിൽക്കലാവില്ല. വിൽക്കണമെങ്കിൽ വീണ്ടും അതിന് തീരുമാനം വരണമല്ലോ. അപ്പോൾ UDF-ന്റെ തീരുമാനം ഈ മദ്യം വിൽക്കുന്നതിന് അനുകൂലമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ്, അങ്ങനെ വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ബജറ്റിൽ ഇങ്ങനെ ഒരു നികുതി നിർദ്ദേശം കൊണ്ടുവന്നു? അത് 251% നികുതി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വീര്യം കൂടിയ മദ്യങ്ങളുടെ നികുതി. ആ നികുതി തന്നെ ഇതിനെ ഏർപ്പെടുത്താനാണ് ഞങ്ങൾ ആലോചിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ നികുതിയൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ഈ മദ്യത്തിന് ഇപ്പോൾ നിലവിൽ നികുതി ഇല്ല. വേണമെങ്കിൽ നിലവിലുള്ള നികുതി 251 അതുകൊണ്ട് അതാവാം. പക്ഷെ ബിയറിനും വൈനിനും വളരെ കുറഞ്ഞ നികുതിയാണ്. അതനുസരിച്ച് ഇതിനിടയിൽ എവിടെയെങ്കിലുമാണ് ഇത് വരേണ്ടത്. ഞാൻ ആ തർക്കത്തിനുമുള്ള. പക്ഷെ പ്രധാന പ്രശ്നം എന്താ? UDF തീരുമാനിക്കുന്നതിന് മുമ്പ് സതീശന് തീരുമാനിച്ചതിലാണ് ഇപ്പൊ പ്രശ്നമുള്ളത്, ഈ നികുതി ഇടാൻ. അപ്പൊ അതിന് സതീശൻ പറഞ്ഞ മറുപടി വളരെ സാങ്കേതികമാണ്. അതായത് നികുതി, ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ നികുതി ഘടന ഒരു കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാൻ പാടില്ല, സഹമന്ത്രിമാരോട് പോലും പറയാൻ പാടില്ല. അത് ഇതിന്റെ ഒരു രഹസ്യമാണ്, ബജറ്റ് രഹസ്യമാണ്. ക്യാബിനറ്റിൽ ബജറ്റ് ചർച്ചയില്ല. അതൊക്കെ ഇനിയാ ചർച്ച വരിക. അത് ധനമന്ത്രിയുടെ പ്രൊരോഗേറ്റീവാണ്, അയാളുടെ അധികാരമാണ്. അത് ബാലഗോപാലനും നിഷേധിച്ചില്ല. എന്തുകൊണ്ട് ഇത്ര നികുതി കൂട്ടാൻ പോകുന്നു എന്ന് നിങ്ങൾ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ല എന്ന ചോദ്യമില്ല. ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, മന്ത്രിസഭത്തിന് ശേഷമാണ് ചർച്ച ചെയ്യുക. അതൊരു കാര്യം. സാങ്കേതികമായി അത് ശരിയുമാണ്. ഇപ്പോൾ മറ്റു മന്ത്രിമാരോടോ രമേശ് ചെന്നിത്തലയോടോ പാർട്ടി നേതാക്കളോടോ ഇത് പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. ആ അർത്ഥത്തിൽ നികുതി ഇട്ടു. ഇനി വിൽക്കണമോ വേണ്ടയോ എന്നത് UDF തീരുമാനിക്കും. കാരണം എക്സൈസ് മന്ത്രി പറഞ്ഞതുപോലെ, മന്ത്രി ലിജു പറഞ്ഞല്ലോ, UDF-ന്റെ മദ്യനയം തീരുമാനിച്ചിട്ടില്ല. UDF മദ്യനയം തീരുമാനിച്ച് അങ്ങനെ വരുമ്പോൾ വേണമെങ്കിൽ ഈ നികുതി ഏർപ്പെടുത്താം, അല്ലെങ്കിലോ നികുതി പോകും. ഇപ്പോ സതീശൻ U-ടേൺ എടുത്തു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശരിയല്ല. കാരണം സതീശൻ ഇപ്പോഴും ആ നികുതിയിൽ നിന്ന് മാറ്റിയിട്ടില്ല. നികുതി മാറ്റിയിട്ടില്ല, നികുതിയിലുണ്ട്. ഈ ബജറ്റിന്റെ അന്തിമമായ അംഗീകാരം ഇനി വരുള്ളൂ. ബജറ്റിലിട്ട് എല്ലാം തന്നെ നികുതി കിട്ടിക്കൊള്ളണമെന്നില്ല, എല്ലാം തന്നെ നടന്നോളണമെന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയമായി തീരുമാനിച്ചാൽ ചില കാര്യങ്ങൾ, ബജറ്റിലുള്ള കാര്യങ്ങൾ നടക്കാതെ പോകും. ഇപ്പൊ കേരളിന് വേണ്ടി ഫണ്ട് നീക്കി വെച്ചിട്ട് കേരളയിൽ ഫണ്ട് രാഷ്ട്രീയമായി നടന്നില്ല, അതുകൊണ്ട് ഫണ്ട് ഉപയോഗിച്ചില്ല, അത്രേ ഉള്ളൂ. അതൊക്കെ സാങ്കേതികമാണ്. ഇവിടെ ഇപ്പൊ UDF എന്ത് തീരുമാനിക്കും? നമ്മൾ മനസ്സിലാക്കുന്നത് UDF-ന്റെ ഘടകകക്ഷികൾ, ഈ കോൺഗ്രസ് അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും വലിയ തോതിൽ ഈ നയത്തിനെതിരാണ്. കാരണം ഈ മദ്യം, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് റെഡി ടു ഡ്രിങ്ക് ആണ്. എന്ന് പറഞ്ഞാൽ ബിയർ പോലെ അല്ലെങ്കിൽ മറ്റ് വൈൻ പോലെ വാങ്ങി നമുക്ക് നേരെ കുടിക്കാം. ഇത് ടെട്രാ പാക്കിലടക്കം ഈ സാധനം നാട്ടിൽ മുഴുവൻ കിട്ടും. പ്രതിപക്ഷം പറഞ്ഞത് ഇത് ടെട്രാ പാക്കിൽ കിട്ടും, അതുകൊണ്ട് ഇതിന് മദ്യപാനം കൂടുമെന്നാണ്. യഥാർത്ഥത്തിൽ മദ്യപാനം കൂടുമെങ്കിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇതിനു വേണ്ടി ചട്ടങ്ങൾ ഉണ്ടാക്കിയത് എന്ന ചോദ്യമുണ്ട്. ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് ബജറ്റിൽ നിർദ്ദേശം വയ്ക്കുന്ന വേണ്ടി മാറ്റാം. പക്ഷെ നിയമസഭ പാസ്സാക്കിയ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളിൽ ഈ മദ്യം ഇവിടെ വിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നികുതി ഘടന പറഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ വിൽക്കാം എന്ന് പറഞ്ഞു. ഇപ്പൊ പ്രതിപക്ഷം പറയുന്നത് അതിന് നികുതി കൂടിയാൽ വിൽപ്പന കുറയും. അത് വേറൊരു വാദമാണ്. പക്ഷേ ടെട്രാ പാക്കിൽ മദ്യം വിൽക്കാം, അത് വാങ്ങി കുടിക്കാമെന്ന് ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് മദ്യവ്യാപനം തടയുന്നതിന് ഇത് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാണ് എന്ന ഇടതുപക്ഷ വാദം നിലനിൽക്കില്ല. കാരണം ഇതെന്തായാലും വരും. പിന്നെ റെഡി ടു ഡ്രിങ്ക് സാധനം മേടിച്ച് കുടിക്കുന്നവന് ഒരു 50 രൂപ കൂടിയാലും അവൻ നോക്കൂല, അവൻ മേടിച്ച് കുടിക്കും. ഈ മദ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നം എന്താ? ഇതിന്റെ യഥാർത്ഥ പ്രശ്നം അത് ഇടതുപക്ഷം അംഗീകരിക്കുന്നില്ല. ഇത് മദ്യപന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ് എന്നതാണ് നമുക്കതിനോടുള്ള വിമർശനം. ഇത് മദ്യപന്മാരെ സൃഷ്ടിക്കുന്നതാണ്. സാധാരണഗതിയിൽ മദ്യം കഴിക്കാത്ത ആളുകൾ ആദ്യം ബിയർ കഴിച്ചു നോക്കും, അല്ലെങ്കിൽ വൈൻ കഴിച്ചു നോക്കും, പതുക്കെ പതുക്കെ വീര്യമുള്ള ഇതിലേക്ക് പോകും. ഇത് നമുക്ക് അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഇതിൽ കുടിക്കാം. അത് കുറഞ്ഞ് കുടിച്ച് വേണമെങ്കിൽ വലിയ കുടിയനാവാൻ
ഉള്ള ഒരു ട്രെയിനിങ് ഇതിൽ കിട്ടും. മോഹൻലാൽ ഒരു സിനിമയിൽ പറയണ മാതിരി എൻ്റെ കൂടെ തുടങ്ങിയാൽ ഗംഭീരാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇത് തുടങ്ങിയാൽ ഗംഭീര കുടിയനാവാം വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ സാധാരണ കുടിക്കാത്ത ആളുകളെ കൂടി ഇതിലേക്ക് ആകർഷിക്കും. അതുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യം എന്ന ഇടപാട് തന്നെ പാടില്ല എന്നാണ് എൻ്റെ ഒരു നിലപാട്. അത് UDF ആ നിലപാട് എടുക്കുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. UDFന്റെ ടേബിളിലേക്ക് വച്ചിരിക്കുന്നു. നയപരമായി UDFന് എന്തും തീരുമാനിക്കാം. ഇവിടെ ഈ ഇടതുപക്ഷം കൊണ്ടുവന്ന പ്രതിരോധങ്ങളൊക്കെ തന്നെ തകർന്നുപോയി. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീര്യം കുറഞ്ഞ മദ്യം കമ്പോളത്തിൽ വിൽക്കാം എന്ന് തീരുമാനിച്ചത് ഇടതുപക്ഷമാണെങ്കിൽ കേരളത്തിൽ ആളുകളെ കുടിയന്മാരാക്കാം എന്നവർ തീരുമാനിച്ചു. അവര് തന്നെ നമുക്കറിയാം 29 ബാറിൽ നിന്ന് 1000 ഏതാണ്ട് 900 ബാറുകളിലേക്ക് ഉയർത്തിയതും ബാറിന്റെ സമയം ഇഷ്ടം പോലെ കൂട്ടിയതും IT പാർക്കുകളിൽ മദ്യം കുടിക്കാം എന്ന് പാർലർ ഉണ്ടാക്കാം എന്ന് പറഞ്ഞതും ഒക്കെ ഇടതുപക്ഷമാണ്, അല്ലാണ്ട് അത് വേറെ ആരുമല്ല. ഇപ്പോ ബക്കാർഡി സതീശൻ എന്ന് പറയുമ്പോൾ സതീശൻ വേറൊരു രേഖയും കൂടി എടുത്ത് പുറത്തിട്ടു. ബക്കാർഡി കമ്പനിയുമായി ഇവിടെ കേരളത്തിൽ ആദ്യം ചർച്ച ചെയ്തത് മുമ്പ് എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദനാണ് എന്നതാണ് ആ കാര്യം. എന്ന് പറഞ്ഞാൽ അടി കുറച്ചുകൂടി മുകളിലേക്ക് പോയി. MV ഗോവിന്ദൻ അതപ്പോ ഇവര് പറയുന്നത് ഞങ്ങൾ വിദേശ മദ്യത്തിനാണ്. എന്തോ ആവട്ടെ, ബക്കാർഡി കമ്പനിയുമായി ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് വിദേശ മദ്യം നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഇവിടെ കൊടുക്കാൻ തീരുമാനിച്ച ചർച്ചയിൽ പങ്കെടുത്തത് ബക്കാർഡിയിലെ ഗോവിന്ദനാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് മദ്യത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരുടെ നയത്തിലും കാര്യമായ വ്യത്യാസം ഇല്ല എന്ന് തന്നെയാണ്. ജനങ്ങളെ പരമാവധി കുടിപ്പിക്കുക. ഇനി എന്താണ് സതീശൻ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിലവിലുള്ള ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുമോ? ഉമ്മൻചാണ്ടി സർക്കാർ 10% വെച്ച് കുറച്ചിരുന്നു. ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്നതിൽ എണ്ണം കുറയ്ക്കുമോ? നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതൊക്കെ വന്നാലേ UDFന്റെ മദ്യനയം എന്താണെന്ന് പറയാൻ പറ്റൂ. അങ്ങനെ ബാറുകളുടെ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ബാറുകളുടെ നിലവാരം, ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബാറിന്റെ നിലവാരം കുറഞ്ഞത് വെച്ചുകൊണ്ടാണ് വലിയ തർക്കമുണ്ടായതും അവസാനം എല്ലാ ബാറും അടയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വല്ല തീരുമാനത്തിലേക്കും ഇത് പോകുമോ? നമുക്കറിയില്ല. അങ്ങനെയും ആകാം. ഏതായാലും ഇപ്പോൾ കേരളത്തിൽ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ഇതിനെ ചട്ടമുണ്ടാക്കിയത് LDFും നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് സതീശൻ സർക്കാരും. ഇനിയിപ്പോൾ വീണ്ടും UDFന്റെ ടേബിളിലാണ് വന്നിട്ടുള്ളത്. UDF ഇക്കാര്യത്തിൽ എന്ത് തീരുമാനിക്കും? മദ്യം വിൽക്കണ്ടാൻ തീരുമാനിച്ചാൽ നികുതി ഘടനയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. ഒരുപക്ഷെ ഫൈനലായി ഈ ബജറ്റ് അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് അപ്രൂവ് ചെയ്തിട്ട് ഇതിന്റെ മറ്റേ നിയമസഭാ സമിതികളിലേക്ക് ഈ ബഡ്ജറ്റ് പോകും, വേറെ ചർച്ചകൾ വരും. അതിനകത്ത് UDF അതിന്റെ മദ്യനയം തീരുമാനിച്ചാൽ ഇത് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ തുടരാന്ന് വെക്കും. ചുരുക്കത്തിൽ മദ്യനയം വെച്ച് ഇത് 600 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കും സർക്കാരിന് എന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ ആകെയുള്ള ആശങ്ക. സർക്കാരിന് നഷ്ടമുണ്ടാവും എന്നുള്ളതല്ലാതെ ആളുകൾ കുടിച്ച് നശിക്കുമെന്ന ആശങ്ക അവർക്കുമില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ബാറുകളുടെ എണ്ണം കൂട്ടുകയും രാജ്യത്ത് മുഴുവൻ മദ്യം വിതരണം ചെയ്യാനുള്ള IT പാർക്കും ക്ലബുകൾക്കും ഒക്കെ ലൈസൻസ് കൊടുക്കുകയും ചെയ്യില്ലല്ലോ. അപ്പോ മദ്യം കുടിക്കുന്നതിൽ അവർക്ക് ഒരാശങ്കയില്ല. UDFന്റെ അക്കാര്യത്തിൽ നിലപാട് ഇനിയും അറിയേണ്ടതുണ്ട്. ഇങ്ങനെ മദ്യം വ്യാപിപ്പിക്കുന്നു, പിന്നെ മദ്യം വ്യാപിപ്പിച്ചാൽ അത് മയക്കുമരുന്നിന് തടസ്സമാവും എന്ന വാദമൊക്കെ വളരെ പഴയതാണ്. ഈ 1000 ബാറാക്കിയതിനു ശേഷമാണ് കേരളത്തിൽ മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ വന്നത്. അതുകൊണ്ട് ഇത്തരം വാദങ്ങളൊന്നും നിലനിൽക്കില്ല. തീർച്ചയായും തുഫാൻ പോലെ വളരെ ശക്തമായ ഒരു നടപടി അത് കുറച്ചു കാലം നന്നായി തുടർന്നാൽ കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനം കുറയാം. പക്ഷെ മദ്യവ്യാപനം മയക്കുമരുന്നിന് പകരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മദ്യവും മയക്കുമരുന്നും ഒരുപോലെ അപകടകരമാണ് എന്നതുകൊണ്ട് UDF സർക്കാർ ചെയ്യേണ്ടത് മദ്യവ്യാപനം തടയാനുള്ള നടപടികളാണ്. ഈ വിവാദം ഒരുപക്ഷെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞാൽ 1000 ബാർ കൊടുത്തപ്പോൾ, ഒരു 1000 ബാറിന്റെ എണ്ണം 1000-ഓളം ബാറുകൾ കൊടുത്തപ്പോൾ കാശൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അരിഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ കേരളത്തിൽ. 28 ബാർ 29 ബാറിൽ നിന്ന് 1000 ബാറിൽ 900 ബാറിലേക്ക് ആക്കുമ്പോൾ വെറുതെ ഞങ്ങൾ വളരെ സൗജന്യമായിട്ട് അവരെ വിളിച്ച് വെറുതെ ഒരു ബാർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ തലയ്ക്ക് വെളിവുണ്ടാവണ്ടേ നമുക്ക്. അപ്പോ മദ്യത്തിന്റെ കാര്യത്തിൽ 1 നികുതി വരുമാനം, 2 അഴിമതി, ഇതിലൊക്കെ താല്പര്യമുണ്ട്. എന്ത് നിലപാടാണ് UDF ഇനി തീരുമാനിക്കുക എന്നതാണ് കേരളത്തിലെ മദ്യ നയം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ കഴിയുക.